പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഇറാഖിലെ പാർലമെന്റിൽ ഒരു പുതിയ പ്രപ്പോസൽ വന്നിരിക്കുകയാണ്. പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 നിന്ന് 9 മാറ്റുക എന്നുള്ളതാണ്. ഇതിൻ്റെ നിദാന ഘടകങ്ങൾ അന്വേഷിച്ചു പോയാൽ നബി 1445 വർഷങ്ങൾക്ക് മുമ്പ് 51 വയസ്സുള്ളപ്പോൾ 6 വയസ്സുകാരിയെ വിവാഹം ചെയ്തു. 6 വയസ്സ് നോക്കൂ, അയാളുടെ പ്രായം 51. അന്നേ കാലഘട്ടങ്ങളിൽ ഇതൊക്കെ പതിവായിരുന്നു. നബി വിവാഹം ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ ആയിഷയ്ക്ക് മറ്റൊരാളുമായി വിവാഹം ആലോചിച്ചു വെച്ചിരുന്നതാണ്. അബൂബക്കർ മുസ്ലിമായി തീർന്നു എന്നതിൻ്റെ പേരിൽ ആ വിവാഹം നടന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അന്നത്തെ കാലഘട്ടത്തിൽ 6-ാമത്തെ വയസ്സിൽ പെൺകുട്ടിയെ വിവാഹം കഴിക്കുക ഒരു പുതുമയുള്ള കാര്യമല്ല, നാട്ടു നടപ്പാണ്. പക്ഷേ ഈ ഖിയാമത്ത് നാൾ വരെ, അതായത് പ്രപഞ്ചം അവസാനിക്കുന്നതിൻ്റെ തലേ ദിവസം വരെയുള്ള മനുഷ്യർക്ക് മാതൃകാ പുരുഷൻ എന്ന് പറയപ്പെടുന്ന ഒരാളുടെ വിവാഹപ്രായം ഈ 21-ാം നൂറ്റാണ്ടിലെ അന്ത്യദശകത്തിലും എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നു എന്ന് നിങ്ങൾ കണ്ടെത്തുക. ഇപ്പം 9 വയസ്സുള്ള കുട്ടികളൊക്കെ പാർലമെന്റിൽ വന്ന് സമരം ചെയ്തിട്ടല്ല, ബംഗ്ലാദേശിൽ സമരം ചെയ്തതുപോലെ ഞങ്ങളുടെ വിവാഹപ്രായം കുറയ്ക്കുക. പെൺകുട്ടികളോ ടീനേജേഴ്സോ അത്തരത്തിലുള്ള ആവശ്യവുമായി ആരെയും സമീപിച്ചിട്ടില്ല. ഇറാഖിലെയും ഇറാനിലെയും ഷിയ ഭരണകൂടങ്ങൾ നബിചര്യയെ മുൻനിർത്തി തന്നെയാണ് ഇത്തരം കാടൻ നിയമങ്ങൾക്ക്, കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലുള്ള നിയമങ്ങൾക്ക് ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്, നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു. നമ്മൾ ഇറാനിൽ സ്ത്രീകളുടെ ഫർദയുമായി ബന്ധപ്പെട്ട വിഷയവും പ്രക്ഷോഭങ്ങളും ഒക്കെ, ഒരു പെൺകുട്ടി മരിച്ച കാര്യം ഉൾപ്പെടെ ഒരുപാട് നമ്മൾ സംസാരിച്ചിട്ടുള്ള കാര്യം. ഇത് ഇത്തരം കിരാതമാനമായ, മനുഷ്യത്വരഹിതമായ, സ്ത്രീ വിവേചനപരമായ ബാലപീഡനമായ, അതൊരു ബാലപീഡനം തന്നെയാണ്. 6 വയസ്സുകാരി വിവാഹം ചെയ്തു 9-ാം വയസ്സിൽ അവളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇന്ന് ആധുനിക മനുഷ്യന്റെ കിതാബിൽ അത് ബാലപീഡനം. ഇതൊരു ബാലപീഡനമെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിശക്തി ഈ തലമണ്ടയ്ക്കകത്തുക്കരെ കിതാബും നബിചര്യയും ഇവരെ തടയുന്നു എന്നുള്ളത്, നമ്മളിപ്പം വയനാടിൽ താമസിക്കുന്നവർക്ക് ഉരുൾപൊട്ടൽ എന്നും ഒരു പേടി സ്വപ്നം പോലെ, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ ഈ കിതാബും നബിചര്യയും ഒക്കെ ഒരു ഉരുൾപൊട്ടൽ ഭീതിജനകം പോലെയാണ്. അതെപ്പോൾ വേണമെങ്കിലും അശനിപാതം പോലെ സംഭവിക്കാവുന്ന ഒന്ന്. കാരണം ഇതാണ്, ഇത് ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു പ്രക്രിയയാണ്. ഇതൊക്കെ നമ്മൾ പറയുമ്പം ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന മറ്റൊരു കാര്യം, കസ്തൂർബ 9-ാം അങ്ങനെയൊക്കെ നടന്നിട്ടുണ്ട്. ഇന്നലെ നടന്നാലും ഇന്നിൻ്റെ കാഴ്ച വെച്ച് നോക്കുമ്പോൾ അത് ബാലപീഡനമെന്നുള്ള കാര്യം സമ്മതിക്കാതിരിക്കാനൊക്കത്തില്ല. ഇനി ഗാന്ധിജി അല്ല ആരായാലും ശരി, ഇന്നത്തെ കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് ഇപ്പം നമ്മുടെ നാരായണ ഗുരുവിനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു കാര്യം, അദ്ദേഹത്തിന് ഒരുപാട് കാര്യം അറിയാമെങ്കിലും നല്ല മനുഷ്യസ്നേഹിയായിരുന്നു, അറിവുള്ള വ്യക്തിയായിരുന്നു, ജ്ഞാനിയായിരുന്നു. പക്ഷേ പരിണാമ സിദ്ധാന്തത്തെക്കുറിച്ചോ പരിണാമത്തെക്കുറിച്ചോ അദ്ദേഹത്തിന് യാതൊന്നും അറിയില്ല. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പോരായ്മയാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ഈ സിദ്ധാന്തത്തിൻ്റെ രൂപീകരണം നടന്നുവെങ്കിലും ഇദ്ദേഹത്തിൽ അത് എത്തിയില്ല എന്നൊരു പരിമിതി എപ്പോഴും പലരും ചൂണ്ടിക്കാണിക്കാറുള്ള ഒന്നാണ്. അതുപോലെ നമ്മൾ ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് ചരിത്രത്തെ നമ്മൾ വായിക്കേണ്ടത്. യുവൽ നോഹ ഹരാരി പറയുന്നത്, ചരിത്രം വായിക്കേണ്ടത് ഇന്നിനെ തിരുത്താനാണ്.
ഇന്ന് പറ്റുന്ന അബദ്ധങ്ങളെ തിരുത്തി ചരിത്ര വായന ഇന്നിൻ്റെ ആവശ്യമാണ്. അത് പഴമയിലുള്ള സുഖം കണ്ടെത്തലോ നൊസ്റ്റാൾജിയ ഒന്നുമല്ല. അതുകൊണ്ട് ഇറാഖിൽ ഇപ്പൊ തന്നെ 28% പെൺകുട്ടികളുടെ വിവാഹം 18 വയസ്സിനു താഴെയാണ്. മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ലോക ജനസംഖ്യയിൽ ഇപ്പം ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും ആരും നിർബന്ധിക്കാതെ, ആരും അടിച്ചേൽപ്പിക്കാതെ തന്നെ 18 വയസ്സോ, ഇങ്ങനെ ഏറ്റവും താഴ്ന്നാൽ 16 വയസ്സോ എന്ന് നിൽക്കുന്നു. സൗദി അറേബ്യയിൽ പോലും ഇപ്പോഴത്തെ വിവാഹപ്രായം എന്നുള്ളത് 18ആണ്. അവരൊക്കെ ഒരുപാട് മുമ്പോട്ട് സഞ്ചരിച്ചു. ചുരുക്കി പറഞ്ഞ ഇന്ത്യയെക്കാളും സാംസ്കാരിക രംഗത്ത് നബിയൊക്കെ അറ്റത്ത് വെച്ചുകൊണ്ട് തന്നെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട രീതിയിൽ ചെയ്ത് തന്നെയാണ് ആ സമൂഹം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 1995 ഇറാഖിൽ ഒരു തീരുമാനമെടുത്തു. കുടുംബകാര്യങ്ങളിൽ മതമേലാളന്മാർ കൈ കടത്തണ്ട, നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾ തീരുമാനിച്ചോളാം. ഈ പ്രപ്പോസൽ വരികയാണെങ്കിൽ ഈ വയസ്സ് തീരുമാനിക്കുന്ന കാര്യത്തിലും മറ്റും സമ്മതം മൂളേണ്ടത് അതാത് സെക്റ്റുകളിൽപ്പെട്ട ഷിയ സുന്നി അതിൻ്റെ മതമേലധ്യക്ഷന്മാരാണ്. ചുരുക്കി പറഞ്ഞാൽ 95 കട്ടപ്പുറത്ത് കയറ്റിയ മതത്തെ വീണ്ടും വെള്ളപൂശി കൊണ്ടുവരുന്ന ഒരു കാര്യമായിട്ട് ഇത് തീരുന്നു. ഇറാഖിലെ വിമൺ മൂവ്മെന്റ്സ്, സ്ത്രീ വിമോചന പ്രസ്ഥാനങ്ങളൊക്കെ ഇതിനെ ശക്തമായി തന്നെ എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഈ ബില്ല് കൊണ്ടുവന്ന കിരാതന്മാർ പറയുന്നത് ഇത് ഞങ്ങളുടെ അവകാശമാണ്. 9 വയസ്സുള്ള കുട്ടിയെ വിവാഹം കഴിച്ചാൽ എന്താണ് കുഴപ്പമെന്നാണ് ഇവന്മാര് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ 9ാമത്തെ വയസ്സ് എന്ന് പറയുമ്പോൾ കുട്ടി 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളെ വിവാഹം ചെയ്തു. അവൾ 4ാം ക്ലാസ്സിൽ പ്രവേശിക്കുന്ന സമയത്ത് അവൾക്ക് പ്രസവ അവധി നൽകേണ്ടി വരും. 4ഉം 5ഉം ക്ലാസ്സിൽ അവൾക്ക് പോകാൻ പറ്റില്ല. ഇനി വീണ്ടും ഗർഭിണിയാവുകയാണെങ്കിലോ അതോടുകൂടി അവളുടെ പഠിത്തം സ്വാഹ. റബ്ബുലിസത്തായ തമ്പുരാൻ പറഞ്ഞിട്ടുണ്ട്, ഇവളുമാളൊന്നും പഠിക്കണ്ട, പഠിച്ചെന്ത് ചെയ്യാനാണ്. ഇനി ഏതെങ്കിലും കുട്ടി ഈ വൈതരണികളൊക്കെ കടന്നുകൊണ്ട് തന്നെ പഠിച്ചാൽ ഉമ്മയും മോളും ഒരു സ്കൂളിൽ പഠിക്കുന്ന അവസ്ഥ വന്നു ചേരും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരു പുരുഷൻ 3ാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളുടെ വീട്ടിലെ 3ാം ക്ലാസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ നിങ്ങൾ വിവാഹം കഴിപ്പിക്കാൻ തീരുമാനിക്കും? അതാണ് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം. 3ാം ക്ലാസ് കുട്ടി 1, 2, 3 തയ്യാറാവുമോ? പക്ഷേ ഇന്ത്യയിൽ തയ്യാറാകുകയാണെങ്കിൽ നിങ്ങൾ ബാലപീഡനത്തിന് അകത്താവും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഇമ്മട്ടി കഥകൾ, തലയ്ക്കകത്ത് കയറിയവന്മാർക്ക് ബാലപീഡനം, സ്ത്രീ വിവേചനം അല്ലെങ്കിൽ അതിക്രമം, അവിടുത്തെ സ്ത്രീ വിമോചന പോരാളികളൊക്കെ പറയുന്നത് ഇത് പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് തന്നെ പരിഗണിക്കേണ്ടി വരും എന്നാണ്. അത്ര അരോചകമായ ഒരു കാര്യമാണെന്ന്. ഇപ്പം 3ാം ക്ലാസ്സുകാരിയെ വിവാഹം കഴിച്ചു. അവള് പ്യൂബർട്ടി എത്തിയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴെത്താനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. കാലാവസ്ഥ, ആഹാരം, ആരോഗ്യം, മറ്റു പല ഘടകങ്ങളിൽ ചേർത്ത് 9, 10, 11 വയസ്സിലൊക്കെ ഇപ്പൊ പ്യൂബർട്ടി ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ പ്യൂബർട്ടി എന്ന് പറയുമ്പോൾ ഖുർആനിൽ ഏതാണ് ആയത്ത്? ഞാൻ നോക്കിക്കോട്ടെ. 24ാമത്തെ അധ്യായത്തിൽ 59ാമത്തെ വാചകത്തിൽ പറയുന്നത് കുട്ടികൾ പ്യൂബർട്ടി ആയി കഴിഞ്ഞാൽ അവളുടെ വിവാഹപ്രായമായി എന്നാണ്. ഒരു ഗ്രന്ഥം യാ അയ്യുഹന്നാസ്, മാലോകരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് നിങ്ങൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് ആർത്തവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്.
അവൾക്ക് വിവാഹപ്രായമായി എന്ന്. ഈ കിതാബാണ് ഉത്കൃഷ്ടം, ശ്രേഷ്ഠം, നശിക്കാത്തത്, നശിപ്പിക്കാത്തത്, എള്ളുള്ള കാലത്ത് നിലനിൽക്കുന്നതൊക്കെ പറയുന്ന ആ വിളിയുണ്ടല്ലോ. 4 ഭള്ള് പറഞ്ഞാൽ കേൾക്കാം. ഇതൊക്കെ പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഒരു വിശുദ്ധ ഗ്രന്ഥം ദൈവം തന്നെ നേരിട്ടിറക്കിയതാണ്. അതിൽ പറയുന്നു 3-ാം ക്ലാസ്സുകാരിയെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാം. മ്ലേച്ഛമെന്നല്ലാതെ, അപഹാസ്യമെന്നല്ലാതെ, കേൾക്കാൻ അറയ്ക്കുന്നതെന്നല്ലാതെ ഇന്നത്തെ ആധുനിക മനുഷ്യൻ 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയെ വിവാഹം ചെയ്യിക്കാൻ തയ്യാറാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. ആകണമെന്നാണ് ഒരു വിശുദ്ധ ഗ്രന്ഥം പറയുന്നതെങ്കിൽ ആ ഗ്രന്ഥത്തെ നിങ്ങൾ എവിടെ കൊണ്ടുവയ്ക്കണം? നിങ്ങൾ ആലോചിച്ചു. ഇതറിയാതെയാണ് മുസ്ലിങ്ങൾ അതൊക്കെ വിശ്വസിക്കുന്നത്. ഒരു മുസ്ലിയാർ പറയുന്നു 6-ാം വയസ്സിൽ അല്ലടോ നബി വിവാഹം ചെയ്ത്, 9-ാമത്തെ വയസ്സിലാണ്, 10-ാമത്തെ വയസ്സിലാണ്. ആയിക്കോട്ടെ, 10-ാം വയസ്സാകുമ്പോൾ 4-ാം ക്ലാസ്സുകാരി. നമ്മൾ അങ്ങനെ വായിച്ചെടുക്കണം. 4-ാം ക്ലാസ്സുകാരിയെ വിവാഹം, ഒരു 4-ാം ക്ലാസ് പഠിക്കുന്ന UPSൽ പഠിക്കുന്ന കുട്ടി, UPSൽ പഠിക്കുന്ന കുട്ടി, എന്തും മ്ലേച്ഛവും എത്ര സംസ്കാരശൂന്യമായ ഇവന്മാര് പാടി പുകഴ്ത്തി പറഞ്ഞു നടക്കുന്ന കാര്യമൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതെന്തോ ആകാശത്തു നിന്ന് പൊട്ടി വീണതെന്ന്, ആകാശത്തു നിന്ന് പൊട്ടി വന്നതെന്നാണ് അവകാശവാദം. പക്ഷേ തലയ്ക്ക് സ്ഥിരതയില്ലാത്തവൻ പോലും പറയുന്ന വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ 40 അധ്യായം ഏതാണ്? 24-ാമത്തെ അധ്യായത്തിൽ 59-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, പെൺകുട്ടിക്ക് പ്യൂബർട്ടി ആയിക്കഴിഞ്ഞാൽ എങ്ങനെയാ പ്യൂബർട്ടി തീരുമാനിക്കേണ്ടത്? ഈ കിതാബിൽ പറയുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ വായിച്ചാൽ സാധാരണക്കാർക്ക് മനസ്സിലാവത്തില്ല. ഇപ്പം അയ്യൂബ് മൗലവി പറയുന്നത് അറബി അറിയാമെങ്കിലേ ഖുർആൻ മനസ്സിലാകുള്ളൂ എന്നാണ്. അറബി അറിയാവുന്ന ആളുകൾ, അറബി സംസാരിക്കുന്ന ആളുകൾ ലോകത്താകമാനം 3.4%. ഇവർ മാത്രം അതറിഞ്ഞാൽ മതിയോ? പിന്നെ എന്തിനാ, എന്ത് മണ്ണാങ്കട്ടൊക്കെയാണ് യങ് അയ്യുഹന്നാസ്, മാലോകരെ എന്നുള്ള വിളി? ഊഷിയാക്കാൻ വേണ്ടിയിട്ടോ, മച്ചമ്പിയാക്കാൻ വേണ്ടിയിട്ടോ? ഒരു സാമാന്യ മര്യാദയെങ്കിലും വേണ്ടേ? ബംഗാളികളുടെ ഭാഷയുണ്ടല്ലോ, ബംഗാളി ഭാഷ, അത് 7.2% ആളുകൾ സംസാരിക്കുന്നത് അറബിയേക്കാൾ മുകളിലാണ്. ചൈനീസ്, പിന്നീട് ഇംഗ്ലീഷ്. ഇപ്പൊ ജബ്ബാർ മാഷ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ ഇസ്ലാമിക വിമർശനം നടത്തിയാൽ അള്ളാഹുവിന് മനസ്സിലാവില്ല, അള്ളാഹുവിന് അറിയുന്ന അറബി മാത്രമേ ഉള്ളൂ. ഇതിൽ ഇവന്മാരുടെ പ്രസംഗം കേൾക്കുമ്പോൾ എനിക്ക് ഈ ഇസ്ലാമിക പ്രസംഗം കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇതിന് ഭയങ്കര മണ്ടത്തരങ്ങളാണ്, ഭയങ്കര മിമിക്രി കേൾക്കണ്ട. ഞാൻ ഇതാണ് കേൾക്കുക. ഉറങ്ങാൻ നേരത്തൊക്കെ ഇത് കേട്ടിട്ട് അത് അങ്ങ് ഉറയിക്കളയും. അത്ര വലിയ ഇന്നൊരു വിഡിത്തം കേട്ടു, ഞാൻ നാളെ മറ്റന്നാളെ വീഡിയോ ആക്കി തരാത്. അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. നമ്മൾ സുഗന്ധം പരത്തും നിങ്ങൾ കണ്ടല്ലോ, മരിച്ച മയ്യത്ത് സുഗന്ധം പരത്തുമെന്ന് പറഞ്ഞവൻ. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനം പറയുന്നത് മൗദൂദിയാണ്. അതൊരു അരപ്പിരി ലൂസ് പോയ ഒരു വസ്തുവാണ്. ഈ വ്യാഖ്യാനിച്ചു കുളിപ്പിച്ച് കുട്ടിയെ കൊല്ലും. അതാണ് ഈ മൗദൂദിയൻ ഏത് വ്യാഖ്യാനമായാലും കുളിപ്പിച്ച് കൊന്ന് കയ്യിൽ തരുന്ന പരിപാടിയാണ്. കാര്യം, നിങ്ങൾക്കൊരു 14 നൂറ്റാണ്ടിന് മുമ്പത്തെ ഒരു കാര്യത്തെ എടുത്തു കൊണ്ടുവന്ന് ഇന്ന് ആധുനിക മനുഷ്യന്റെ മുമ്പിൽ വെക്കുമ്പോൾ അതിനൊരു വിലയുണ്ടാവില്ല. ബഹുഭൂരിപക്ഷം കാര്യങ്ങൾക്കും അങ്ങനെയാണ്. അടപടലം മാറിയ ഒരു ജീവിതമാണ് നമ്മുടേത്. ഇപ്പം ഇടതുവശം ചേർന്ന് പോവുക. നബിയുടെ കാലത്ത് ഈ നിയമമുണ്ടോ? ഏത് വശം ചേർന്ന് പോയാലും യാതൊരു കുഴപ്പമില്ല. ഒട്ടകവും കഴുതയും ഒക്കെയാണ്. എന്ത് ഇടതുവശം? ഇന്നിപ്പം വിദേശ രാജ്യങ്ങളിൽ വലതുവശം ചേർന്ന് പോവുക, ഇന്ത്യയിലാണെങ്കിൽ ഇടതുവശം ചേർന്ന് പോവുക. കാര്യം, ട്രാഫിക് വന്നു, വണ്ടി തലയ്ക്കകത്തേ ഉള്ളൂ, ബുറക്ക് സ്വപ്നത്തിലേ ഉള്ളൂ, കാര്യത്തിലില്ലായിരുന്നല്ലോ. അപ്പം
പെൺകുട്ടിക്ക് ആർത്തവം വന്നു കഴിഞ്ഞാൽ അവൾ പ്യൂബർട്ടി എത്തി, പ്രായപൂർത്തിയായി എന്ന്. ആൺകുട്ടിക്കോ അവന് സ്വപ്നസ്ഖലനം ഉണ്ടാകുകയാണെങ്കിൽ അവന് പ്രായപൂർത്തിയായെന്ന് അർത്ഥം. അവനെയും വേണമെങ്കിൽ വിവാഹം കഴിക്കാം. 15ാമത്തെ വയസ്സെന്ന് പറയുമ്പോൾ ഒരു 10ാം ക്ലാസ് പഠിക്കുന്ന കുട്ടി, SSLC പഠിക്കുന്നവരെ പിടിച്ചങ്ങ് 3ാം ക്ലാസ്സുകാരിയെ കൊണ്ട് സ്കൂൾ തലത്തിൽ തന്നെയാണ്, UPS ഹൈസ്കൂൾ ലെവലിൽ തന്നെയാണ് ഈ കളിയൊക്കെ കളിക്കുന്നത്. അത് വിട്ടുള്ള കളിയില്ല. കോളേജിലൊന്നും ഇല്ല. ഇവിടെ കോളേജ്, ഏത് കോളേജ്? എപ്പം കോളേജ് ഉണ്ടായി? ചൈനയിൽ പോയെങ്കിലും വിദ്യ അഭ്യസിക്കുക. എന്ത് വിദ്യ? ഞാൻ ഈ പറഞ്ഞ വിദ്യയാണ്. 24-59 പ്യൂബർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3ാം ക്ലാസ്. പ്യൂബർട്ടി എന്ന് പറഞ്ഞാൽ 3ാം ക്ലാസ് എന്നുള്ളതാണ്. അപ്പം 3ാം ക്ലാസ്സുകാരിയെ 10ാം ക്ലാസ്സുകാരന് വിവാഹം ചെയ്തു കൊടുത്താൽ 4ാം ക്ലാസ്സിൽ പ്രസവിക്കാൻ പോകുമ്പോൾ 2 വർഷം പ്രസവാവധി. അതോടുകൂടി പഠിത്തം സ്വാഹ. ഞാൻ പറഞ്ഞുവല്ലോ. പിന്നീട് അവൾ എങ്ങനെയെങ്കിലും പഠിക്കാൻ തീരുമാനിച്ചാൽ അവളും മോളും കൂടെ ഒരു സ്കൂളിൽ ഒരേ ബസ്സിൽ പോകേണ്ട ഒരു ഗതികേടിലേക്ക് വന്നു ചേരുമെങ്കിൽ, പ്രസക്തമായി ചോദിക്കാനുള്ള ചോദ്യം, ഏതാണ് ഐഡിയൽ മാരേജ് ഏജ്? വിവാഹപ്രായം ഏതായിരിക്കും? ഈ രംഗത്തെ പ്രഗത്ഭർ പറയുന്ന ഒരു കാര്യം ഗോൾഡി ലോക്ക് തിയറി. ഏതാണത്? 28 മുതൽ 32 വയസ്സ് വരെയുള്ള പ്രായം ആണിനും പെണ്ണിനും. എന്താണ് ഈ പ്രായത്തിന്റെ പ്രത്യേകത? ഈ 28 വയസ്സെന്ന് പറയുന്നത് അവൻ ബാലനല്ല, യുവാവാണ്, വൃദ്ധനല്ല. അധികം ബാലിശവുമില്ല, അധികം പ്രായമായ അവസ്ഥയുമില്ല. ഇതിന് രണ്ടിനും ഇടയ്ക്കാണ് ഈ 28. പിന്നെ ഒരു വലിയ സ്റ്റഡി നടക്കുന്നത് ഈ 18 വയസ്സിന് താഴെയൊക്കെ വിവാഹപ്രായം കഴിഞ്ഞവരിലുള്ള വിവാഹമോചന കേസ് വളരെയധികം കൂടുതൽ ഇതാണ്. അതിന് കാരണം ജീവിതം, സ്വയം മനസ്സിലാക്കൽ, സാഹചര്യങ്ങൾ മനസ്സിലാക്കൽ, സാമ്പത്തികം, രാഷ്ട്രീയ പക്വം, ഇതൊന്നും വരാത്ത ഒരു കാലഘട്ടമാണ് ഈ 16ഉം 15ഉം 10. അങ്ങനെയാണെങ്കിൽ 9? ഈ 9 ഇവന്മാർ പറയാൻ കാരണം ഇറാഖിലും ഇറാനിലും ഉൾപ്പെടെയുള്ള ഇത്തരം രാജ്യങ്ങളിലൊക്കെ സ്ത്രീ മുന്നേറ്റങ്ങൾ വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ രംഗത്തും അവർ കടന്നു വന്ന് അവരുടെ പ്രാഗൽഭ്യം തെളിയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ രാഷ്ട്രീയ സ്ഥിരതയ്ക്ക് അടിമുടി കുഴപ്പം സംഭവിക്കുമെന്ന് കണ്ടുകൊണ്ട് ഗൂഢപദ്ധതിയായിട്ട് മെനഞ്ഞെടുക്കുന്ന ഒരു പഴയ തുരുമ്പിച്ച ചങ്ങല കൊണ്ടുവന്ന് ഇവരുടെ കഴുത്തിലിട്ട് മുറുക്കുകയാണ് ഈ കാട കിരാതന്മാർ. സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ ഫ്രണ്ടൽ ലോബ്, ഇതാണ് മെച്യൂരിറ്റി എത്തുന്ന, നമ്മുടെ മസ്തിഷ്ക വികാസം സംഭവിക്കുന്ന അവസാനത്തെ ഭാഗമാണ് ഫ്രണ്ടൽ ലോബ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ഈ ഫ്രണ്ടൽ ലോബ് മെച്യൂരിറ്റി എത്താനായിട്ട് വരുന്ന പ്രായം 25 മുതൽ 30 വരെയാണ്. സ്വയം അറിയുക, ലോകത്തെ അറിയുക, ചുറ്റും അറിയുക, സാമ്പത്തിക സ്ഥിരത ഉണ്ടാകുക, ഇതൊക്കെ ഉണ്ടാകേണ്ട പ്രായം ഇതാണെങ്കിൽ, അതുകൊണ്ട് ഇറാഖിൽ വേറെ രസമായ ഒറ്റൊരു നിയമം കൂടിയുണ്ട്. എന്താണെന്നറിയുമോ? LGBT ക്രിമിനലുകളാണെന്നാണ്. ഇവിടെയുണ്ടല്ലോ, ഇവിടെ നമ്മുടെ ബാസിൽ അബ്ദുല്ല പോലത്തെ ആളുകൾ ഈ LGBT ഇവിടെ അങ്ങനെ പറയാൻ സാഹചര്യമില്ലാത്തത് കൊണ്ടാണ്, പറഞ്ഞാൽ അഴിക്കുള്ളിലാകും എന്നതുകൊണ്ടാണ് അങ്ങനെ പറയാത്തത്. പക്ഷെ എങ്ങനെയൊക്കെ ബത്സിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഈ മതചിന്ത പേറിക്കൊണ്ട് ഇവര് ഇങ്ങനെയൊക്കെ LGBT ക്രിമിനലുകൾ. ഒരു LGBT എങ്ങനെ ഉണ്ടാകുന്നു? ആരുടെ കുഴപ്പമാണ്? എന്താ കുഴപ്പം? എവിടെയാണ് കുഴപ്പം? അപ്പം ഇന്നിൻ്റെ ചുവർ ചിത്രങ്ങൾ കാണാതെ ഈ പാഴടഞ്ഞു പോയ, ചിതലരിച്ച, പഴകി ദ്രവിച്ച് തുരുമ്പിച്ച് നാറ്റം വമിക്കുന്ന കിതാബിനെയും പേറി വന്ന് ഇതൊക്കെ പറയുമ്പോൾ, ഇന്ത്യയിൽ 2021 ഒരു നിയമം കൊണ്ടുവന്നു. എന്തെന്നറിയോ നിങ്ങൾക്ക്? പെൺകുട്ടികളുടെ വിവാഹപ്രായം 21 ആക്കണമെന്ന്.
എത്ര കുഴപ്പം പറഞ്ഞാലും ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു നിയമ നടപടികളെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ ആവില്ല. മൊത്തത്തിൽ സൂറത്തുൽ നിസ എന്ന് പറയും, ഖുർആനിലെ 4-ാമത്തെ അധ്യായം. ഇത് സ്ത്രീ വിരുദ്ധതയുടെ DNA ആണ്. സകലവിധ സ്ത്രീ വിരുദ്ധതയും പേറുന്ന ഒരു മതഗ്രന്ഥമാണ് ഖുർആൻ. ലവലേശം ശാസ്ത്രമോ മനുഷ്യത്വമോ മാനവികതയോ ന്യായമോ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ഗ്രന്ഥമാണ് ഈ ഗ്രന്ഥം. അല്ലെങ്കിൽ ഇങ്ങനെ പറയൂ, 3-ാം ക്ലാസ്സുകാരി പ്രായപൂർത്തിയായാൽ അവളെ നിങ്ങൾ കെട്ടിച്ചയക്കുക, അവൾ 4-ാം ക്ലാസ്സിൽ പഠിക്കുക, പെറ്റ് പേറുയന്ത്രമായിട്ട് പ്രസവയന്ത്രമായി മാറിക്കോട്ടെ എന്ന് ഒരു വിശുദ്ധ ഗ്രന്ഥം പറയുകയാണെങ്കിൽ ആ ഗ്രന്ഥത്തിന്റെ വിശുദ്ധത എത്രത്തോളം ആയിരിക്കും? എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതുകൊണ്ട് ഇറാഖിലെ ഈ കാടൻ നിയമം ആധുനിക ലോകം ചെറുക്കണം. അവിടുത്തെ പുരോഗമനവാദികളും സ്ത്രീപക്ഷ വിമോചന പോരാളികളും ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ഈ മതത്തെ കൂട്ടുപിടിച്ചു കഴിഞ്ഞാൽ പലതിനെയും പെട്ടെന്ന് തന്നെ കീഴടക്കാൻ സാധിക്കുമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരാശിയുടെ മേൽ ഒരു അപായ ചങ്ങലയായി തൂങ്ങി നിൽക്കുന്നതാണ് ഈ മതവും നബിചര്യയും ഖുർആനും. അതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവാണ്. അതിനെ ചുവടുപിടിച്ചുകൊണ്ട് ഈ 21-ാം നൂറ്റാണ്ടിൽ ലോകരാജ്യങ്ങളിൽ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളിലും വിവാഹപ്രായവും 18 ഏറിയാൽ 16 ആണ്. ഈ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഒഴിച്ചാൽ, മുസ്ലിം രാജ്യങ്ങൾ ഉൾപ്പെടെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കിരാതമായ നടപടിയിലേക്ക് പോകാൻ ഇവർക്ക് പിൻബലം നൽകുന്നത്, പിന്തുണയേകുന്നത്, മാനവ വിരുദ്ധമായ നടപടിക്ക് പ്രചോദനമായിട്ട് ഇന്ധനമായി തീരുന്ന ഇത്തരം ഗ്രന്ഥങ്ങളും ചിന്തകളും മനുഷ്യർക്ക് ആവശ്യമുണ്ടോ എന്ന് ചിന്തിക്കേണ്ട ഒരു കാലഘട്ടമാണ് നമ്മൾ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിലേക്ക് തീർച്ചയായിട്ടും മനുഷ്യർ എത്തിച്ചേരും എന്നതിൻ്റെ തെളിവാണ് ഇതിനെതിരെ അവിടെ തന്നെ ശക്തമായി ഉയർന്നു വരുന്ന, തച്ചുടയ്ക്കപ്പെടാൻ പോകുന്ന സമരങ്ങളും പ്രതിഷേധങ്ങളും എന്നിരിക്കെ മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.